നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മളിൽ നിന്ന് വിട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ട നവാസ് ഖാൻ ഉണ്ട്. നവാസ് ഖാനിൽ നിന്നും ഞാൻ ആരംഭിക്കുകയാണ്. ഞാൻ ഈ നിമിഷത്തെ അല്ലെങ്കിൽ ഈ നിമിഷത്തിനെ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം നമ്മളിപ്പോൾ ഒന്ന് സംസാരിക്കുന്നുണ്ട്, ഞാൻ തിരിച്ച് വീടെന്നുള്ള യാതൊരു ഉറപ്പും എനിക്കില്ല. ഞാനിപ്പോൾ ഒന്ന് നമുക്ക് കാണാം എന്ന് ഇന്നലെ പറഞ്ഞു, പക്ഷെ എന്നെ കാണാൻ പറ്റുന്ന യാതൊരു ഗ്യാരണ്ടി എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ കാര്യങ്ങളൊക്കെ എന്തുമാത്രം പ്രാവർത്തികമാക്കാൻ പറ്റും, അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ നമ്മൾ ചില രണ്ട് പേരും അങ്ങനെ പൂർണ്ണമായിട്ടും പ്രിയപ്പെട്ടതായി തോന്നി തുടങ്ങിയിട്ടില്ല. ഒരുപാട് വർഷത്തെ ഒരു യാത്രയാണ്. ആ യാത്രയിൽ നിങ്ങൾ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് വലിയ കാര്യം. വർഷത്തേക്കിൻ്റെ ആദ്യത്തെ സിനിമ മുതൽ ആലോചിച്ചോക്കൂ, 40 വർഷം കഴിഞ്ഞ് ഇപ്പോഴത്തെ സിനിമ കൂടി ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്, സന്തോഷമാണ്. നല്ല സിനിമകൾ ഉണ്ടാവട്ടെ, അതിന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാം, ഇല്ലേ? നമസ്കാരം. ഞാനൊരു 5-8 മാസത്തിന് ശേഷം ആദ്യമായിട്ടൊരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അത് കേരള പ്രവേദനം തന്നെ, അതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. കേരളത്തിന് എന്നെക്കാളും 4-5 വയസ്സ് കുറവാണ്. കേരളം എന്നെക്കാളും ഇളയതാണ്, എന്നെക്കാളും ചെറുപ്പമാണ്. അപ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റും കേരളം എന്തുമാത്രം ചെറുപ്പമായിരിക്കുമെന്ന്. 15 കൊല്ലം മുമ്പാണ് ഞാൻ ഇത് പ്ലാൻ ചെയ്യുന്നത്. എൻ്റെ വിഷൻ എന്തായിരുന്നെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഷോപ്പിംഗ് മാൾ, കേരളത്തിലെന്നല്ല ഞാൻ പറഞ്ഞു, ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഷോപ്പിംഗ് മാൾ. അത് കുറച്ച് ബുദ്ധിമുട്ട് സഹിച്ചാലും കേരളത്തിൽ അത് വേണം.